അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അംബേദ്കറെ ഓർക്കുക എന്നതൊരു സമരമാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടി കുറ്റിച്ചിറയിൽ വടിവാൾ വീശിയ സംഭവത്തിൽ പോലീസ് ചോദ്യം ചെയ്യാനായി വീട്ടിൽ നിന്നും കൊണ്ടുപോയ ആളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചിറ ചെമ്പൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജ് മകൻ ലിൻഡോയാണ് മരിച്ചത്. മാള വലിയ പറമ്പിൽ ജ്വല്ലറിയിൽ മോഷണം. 13 ഗ്രാം സ്വർണവും 100 ഗ്രാം വെള്ളിയും മോഷണം പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അംബേദ്കറെ ഓർക്കുക എന്നതൊരു സമരമാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. അംബേദ്കർ എന്ന രാഷ്ട്രത്തിന്റെ ഭരണഘടനാ ശില്പിയെ മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ ശില്പിയെ മറക്കാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് നിലനിൽക്കാൻ എത്ര കാലം നിലനിൽക്കും എന്ന ആശങ്ക നിങ്ങളെപ്പോലെ തന്നെ പങ്കുവെക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ ദിവസവും രാജ്യത്തിൻ്റെ പല കോണുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയും ലോകസഭയിലും രാജ്യസഭയിലും നടക്കുന്ന കാര്യങ്ങളുമെല്ലാം കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എത്ര കാലം ഇതുപോലെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ ഞാനും പങ്കുവെക്കുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഒരു ഒപ്റ്റിമിസ്റ്റാണ്, ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. എന്താണ് ശുഭാപ്തി വിശ്വാസം എന്നത്? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ജനിതകമായൊരു ഘടനയുണ്ട്. ആ ഘടന എല്ലാ അറഗൻസിനെയും ധാർഷ്ട്യത്തെയും ഏറെക്കാലം അംഗീകരിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന തയ്യാറായിട്ടില്ല. ഏതെല്ലാം ഘട്ടത്തിൽ ഭരണഘടന ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം ഘട്ടത്തിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം ഘട്ടത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടോ, അതെല്ലാം കുറച്ചു കാലം ജനത അനുഭവിച്ചു. പക്ഷേ അതിനെല്ലാം വർദ്ധിത വീര്യത്തോടെ ചെറുത്തുവെപ്പിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം. അതുകൊണ്ട് ഇപ്പോഴും നാം നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമായും ജനതയുടെ പ്രതിഷേധത്തിന് മുന്നിൽ, ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി.ആർ. സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VN പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ, സുനിത സജീവൻ, ഷീജ നസീർ, മോളി വർഗീസ്, MU കൃഷ്ണകുമാർ, KA ബൈജു, TV സുരേഷ് കുമാർ, ഡേവിസ് കുര്യൻ, ടെസി ടൈറ്റസ്, CK ഷിജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TV ഭാസ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി KS ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കുറ്റിച്ചിറയിൽ വടിവാൾ വീശിയ സംഭവത്തിൽ പോലീസ് ചോദ്യം ചെയ്യാനായി വീട്ടിൽ നിന്നും കൊണ്ടുപോയ ആളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചിറ ചെമ്പൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജ് മകൻ ലിൻഡോയാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് കുറ്റിച്ചിറയിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവം നടന്നത്. ഇതിലെ പ്രതികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനായാണ് വെള്ളിക്കുളങ്ങര പോലീസ് അടുത്ത ദിവസം ലിൻഡോയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയത്. മാള വലിയ പറമ്പിൽ ജ്വല്ലറിയിൽ മോഷണം. 13 ഗ്രാം സ്വർണവും 100 ഗ്രാം വെള്ളിയും മോഷണം പോയി. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. ജ്വല്ലറിയുടെ ഷട്ടറിന്റെ ലോക്ക് അറുത്താണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. മോഷണത്തിനിടെ ജ്വല്ലറിയിലെ CCTV ക്യാമറയിൽ നിന്നും ഉടമസ്ഥന് നോട്ടിഫിക്കേഷൻ പോവുകയും തുടർന്ന് ക്യാമറ പരിശോധിച്ചപ്പോൾ കള്ളനെ കാണുകയും ചെയ്തു. തുടർന്ന് ഉടമയുടെ ശബ്ദം ക്യാമറയിലൂടെ കേട്ടതോടെ മോഷ്ടാവ് സ്വർണവും വെള്ളിയുമായി കടന്നു കളയുകയായിരുന്നു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, മാള.
പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വടക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് 1 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെയും സമഗ്ര ശിക്ഷ കേരള സ്റ്റാർട്ടഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെയും SSK ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന പശ്ചാത്തലം മാറി. നല്ല കെട്ടിടങ്ങൾ കിഫ്ബി പദ്ധതിയിലുണ്ട്, സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിലുണ്ട്, MLA ആസ്തി വികസന ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു പോയ കാലം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം എവിടെയുണ്ടോ? ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ മക്കളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവില്ല. കാരണം പണ്ടത്തെ പോലെ കുറേ മക്കളൊന്നും ആർക്കില്ല, 1, 2 തീർന്നില്ല. ഷെയറൊക്കെ 3 ഉണ്ടാവും. പണ്ട് 5ഉം 6ഉം ഒക്കെ മക്കളുടെ രക്ഷിതാക്കൾക്ക് ഇപ്പം അങ്ങനെ ഇല്ല. അപ്പം ഇങ്ങനെ വരുമ്പം 2 മക്കളുള്ള ആൾക്കാർ, 1 മക്കളുള്ള ആൾ മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ പറഞ്ഞേക്കാൻ ശ്രമിക്കുക. മികച്ച അടിസ്ഥാന പശ്ചാത്തലം. അപ്പം അടിസ്ഥാന പശ്ചാത്തലം മികച്ചതാകുമ്പോൾ മാത്രമേ കുട്ടികൾ ഇങ്ങോട്ടെത്തൂ. 1 അടിസ്ഥാന പശ്ചാത്തലം മെച്ചപ്പെടണം, 2 മികച്ച അധ്യാപകരുണ്ടാകണം, 3 മികച്ച PT ഉണ്ടാകണം, 4 പ്രാദേശികമായ ജനങ്ങൾ ഇതിന് പിന്തുണക്കണം. ഇത് 4 ഘടകങ്ങൾ ഒത്തുചേർന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പിറകോട്ടടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷരായ സംഗീത അനീഷ്, AN രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ പത്മിനി ഗോപിനാഥ്, ശൈലജ സന്തോഷ്, AV ഉണ്ണികൃഷ്ണൻ, AEO KK സുരേഷ്, TK സന്തോഷ്, UV വാസുദേവൻ, പ്രധാനാധ്യാപിക CA ഷംലു തുടങ്ങിയവർ സംസാരിച്ചു. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടിച്ചെടുത്തു. മുനമ്പം ബീച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് കമ്പനിയുടെ ഉടമ ചേതമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലാവ് വീട്ടിൽ മേഷിന്റെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് കടലിലൂടെ വിനോദയാത്ര നടത്തിയത്. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ ബോട്ടിലുണ്ടായിരുന്നു. അഴീക്കോട് അഴിമുഖത്തിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ അമിത വേഗത്തിൽ അശ്രദ്ധമായി ഓടിക്കുകയായിരുന്ന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് പെട്രോൾ സംയുക്ത സംഘം സ്പീഡ് ബോട്ട് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. സ്പീഡ് ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി. വിശദ പരിശോധനയ്ക്ക് ശേഷം പിഴ ഈടാക്കും. കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടാണ് വിനോദസഞ്ചാരികളെയും കൊണ്ട് കടലിൽ യാത്ര നടത്തിയത്. പരിശോധനയിൽ സ്പീഡ് ബോട്ട് ഓടിച്ച ശ്രാങ്കിന് ഇന്ത്യൻ വെസൽ ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായായിരുന്നു കടലിലെ പരിശോധന. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി KPയുടെയും കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ C രമേശിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, കോസ്റ്റൽ പോലീസ് SI ബാബു, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER സുനിൽകുമാർ, ASI ഷെഫീഖ്, റീറെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, ഷിഹാബ്, ശ്രാങ്ക്, ദേവസി, ഹാരിസ്, എൻജിൻ, ഡ്രൈവർ റോക്കി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ ATM സ്ഥാപിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് മെമ്പർ CDCB, സ്കൂൾ പ്രധാനാധ്യാപിക MK ഡൈനി, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ എന്നിവർ സംസാരിച്ചു. ആദിവാസി വാച്ചറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശികളായ ഷോളയാർ സ്റ്റേഷനിലെ PP ജോൺസണെയാണ് മലക്കപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-നായിരുന്നു സംഭവം. വനിതാ വാച്ചറുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്.
കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ തിരുശേഷിപ്പ് വരെ 1500 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പരസ്യ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹിറോ, ഫാദർ റോക്കി റോബി കളത്തിൽ, ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഇടുക്കിക്കാരനായ അരുണാചൽ പ്രദേശിൽ മിയാവോ രൂപതക്കാരനായ ഫാദർ എഫ്രമിന്റെ നേതൃത്വത്തിലാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പരസ്യ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചത്. കൊടകരയിൽ മിനി ലോറിയിൽ നിന്ന് 2686 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. അങ്കമാലി അയ്യമ്പുഴ ചുള്ളി സ്വദേശി ഇറ്റിയത്ത് പറമ്പിൽ വെട്ടിൽ അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 9 രാവിലെ 7:40 മണിയോടെ പേരാമ്പ്ര നിർമ്മാണത്തിലിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപം വെച്ച് പ്രതികൾ ഹൊസൂരിൽ നിന്നും വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന 2686 ലിറ്റർ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ഈ കേസിലെ പ്രതിയായ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഖിൽ കോയമ്പത്തൂർ പാളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അനധികൃതമായി സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയാണ്. കേസിലെ മറ്റൊരു പ്രതിയായ ആലപ്പുഴ കൈനിക്കര മാറാന്തര വീട്ടിൽ സുരാജിനെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, GISI ഗോകുലൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രീഷ്യന് പരിക്കേറ്റു. പെരിഞ്ഞനം സുജിത്ത് സ്വദേശി കദളിക്കാട്ടിൽ രാജനാണ് പരിക്കേറ്റത്. ഇയാളെ ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4:30 അപകടം. വഞ്ചിപ്പുര സ്വദേശി വേളയിൽ ജമാലുവിന്റെ വീടിന് മുകളിലേക്കാണ് അടുത്തുള്ള പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത്. ഓടുമേഞ്ഞ വീടിന്റെ മുൻഭാഗം തകർന്നു. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പോക്സോ നിയമം, സ്ത്രീധന നിരോധന നിയമം എന്നീ വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സൈക്കോളജിസ്റ്റും കൊടകര ഗേൾസ് ഹൈസ്കൂൾ കൗൺസിലറുമായ സ്റ്റെല്ല KK ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ കോളേജ് അധ്യാപിക അഡ്വക്കേറ്റ് ഗീതു പ്രിൻസ് ക്ലാസ് നയിച്ചു. ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, വനിതാ വേദി അംഗം EK രാജലക്ഷ്മി, സ്റ്റിജി PG എന്നിവർ സംസാരിച്ചു. മതിലകം കൂളിമുട്ടും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും നവീകരിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, വാർഡ് മെമ്പർ അരുൺലാൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീത, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സമേതം കുട്ടികളെ പാർലമെന്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, ഖദീജ പുതിയ വീട്ടിൽ, ജിനൂബ് അബ്ദുറഹ്മാൻ, ഷസീന ഷാഹുൽ, ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, ജെൻഡർ, ഗതാഗതം എന്നിങ്ങനെ 7 മേഖലകളിലായി കുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും കുട്ടികളെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അധ്യാപകരായ TS സജീവൻ, MR രാഗേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ കുട്ടികളുമായി സംബന്ധിച്ചു. പഞ്ചായത്തിലെ 10ഓളം വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് 102 കുട്ടികളും 15 അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2025-26 മെയിൻ്റനൻസ് റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്ലാച്ചിറ കനാൽ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CA റെക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജി സേവിയർ C എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അംബേദ്കറെ ഓർക്കുക എന്നതൊരു സമരമാണെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ചാലക്കുടി കുറ്റിച്ചിറയിൽ വടിവാൾ വീശിയ സംഭവത്തിൽ പോലീസ് ചോദ്യം ചെയ്യാനായി വീട്ടിൽ നിന്നും കൊണ്ടുപോയ ആളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചിറ ചെമ്മൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജ് മകൻ ലിൻഡോയാണ് മരിച്ചത്. മാള വലിയ പറമ്പിൽ ജ്വല്ലറിയിൽ മോഷണം. 13 ഗ്രാം സ്വർണവും 100 ഗ്രാം വെള്ളിയും മോഷണം പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.